ഹായ് ഓൾ, വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ പോളിടെക്നിക് പ്രോഗ്രാമിംഗ് ഇൻ സി സബ്ജക്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 2019 ക്വസ്റ്റ്യനിലെ പാർട്ട് എയിലെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 2a cannot be used as a variable name. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? 2a cannot be used as a variable name. Why? 2a എന്ന് പറയുന്ന നെയിം നമ്മൾ വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യത്തില്ല. അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേരിയബിൾ നെയിംസ് ഒരിക്കലും ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യത്തില്ല. സോ നമുക്ക് 2a ഇപ്പം നമ്മൾ 2a എടുത്തു കഴിഞ്ഞാൽ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എന്ന് പറയുന്ന ഡിജിറ്റ് വെച്ചിട്ടാണ്. സോ ഈ നെയിം എന്ന് പറയുന്നത് സിയിൽ അലൗഡ് അല്ല. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ അവിടെ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ആ വേരിയബിൾ നെയിം റൂൾ കൺവെൻഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ. ഇപ്പം ഇവിടെ നമുക്ക് ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യില്ല, അതാണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഇതല്ലാതെ വേറെയും കുറച്ച് റൂൾസ് ഉണ്ട് നമ്മൾ വേരിയബിളിൻ്റെ ഒരു നെയിം ചെയ്യുമ്പോൾ. അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേരിയബിൾ നെയിമിൻ്റെ റൂൾസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ മസ്റ്റ്ലി പോയി കാണുക. കാരണം പ്രീവിയസ് ഇയർ വേറെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴും അതിലും ഈ സെയിം വേരിയബിൾ നെയിം റൂൾസ് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റ്ലി ആ വീഡിയോ പോയി കാണാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ദ പ്രീ പ്രൊസസർ കമാൻഡ് ഫോർ മാക്രോ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം മാക്രോ ഡെഫിനിഷന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രൊസസർ കമാൻഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഹാഷ് ഡിഫൈൻ ആണ്. ഓക്കെ, കാര്യം നമ്മൾ ഈ ഹാഷ് ഡിഫൈൻ വെച്ചിട്ടാണ് നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ മാക്രോനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രീ പ്രൊസസർ കമാൻഡാണ് ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞത്. അതല്ലാതെ നമുക്ക് വേറൊരു പ്രീ പ്രൊസസർ കമാൻഡ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് പ്രീ പ്രൊസസർ കമാൻഡ് അല്ലെങ്കിൽ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫയൽ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഹാഷ് ഡിഫൈൻ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും മാക്രോ ഡെഫിനിഷൻ നടത്തണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹാഷ് ഡിഫൈൻ പ്രീ പ്രൊസസർ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മാക്രോന്റെ നെയിം കൊടുക്കുക. നെയിം എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾ നെയിമിനുള്ള എല്ലാ റൂൾസും ഇതിനും ബാധകമാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്പെസിഫിക് നെയിം കൊടുക്കുക. നമ്മുടെ റീപ്ലേസ്മെന്റ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ റീപ്ലേസ്മെന്റ് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു മാക്രോനെ ഡിഫൈൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴത്തെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഹാഷ് ഡിഫൈൻ മാത്സ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതും റീപ്ലേസ്മെന്റ് ടെക്സ്റ്റിന്റെ അവിടെ ഞാൻ 200 വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ സി പ്രോഗ്രാമിൽ എവിടെയെങ്കിലും എനിക്ക് 200 വാല്യൂ യൂസ് ചെയ്യേണ്ടടുത്തൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, 200ന് പകരം ഞാൻ മാത്സ് സ്റ്റുഡൻസ് എന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് 200 എന്റെ പ്രോഗ്രാമിൽ എവിടെയൊക്കെ 200 യൂസ് ചെയ്യണോ അവിടെ എല്ലാം ഞാൻ പോയി മാത്സ് സ്റ്റുഡൻസ് എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതിയാലുള്ള ഗുണം എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് ഈ 200 മാക്സിമം സ്റ്റുഡൻസിന്റെ വാല്യൂ 200 മാറ്റി 250 300 വാല്യൂ ചേഞ്ച് ചെയ്യണം എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ എനിക്ക് വാല്യൂ ചേഞ്ച് ഇപ്പൊ ഞാൻ ഇങ്ങനെ മാക്രോ ഡെഫിനിഷൻ കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 200 എവിടെയൊക്കെ എന്റെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തോ അവിടെ എല്ലാം പോയി ഞാൻ മാറ്റിക്കൊണ്ടിരിക്കണം. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഡെഫിനിഷനിൽ ഇവിടെ വന്നിട്ട് മാത്രം ഒരൊറ്റ വട്ടം മാറ്റി കൊടുത്താൽ മതി. കാര്യം ഞാൻ പ്രോഗ്രാമിൽ മാത്സ് സ്റ്റുഡൻസ് എന്നാണ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പ്രീ പ്രൊസസർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പൈലേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പൊ പ്രീ പ്രൊസസർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഹാഷ് ഇൻക്ലൂഡ് ഫയൽസ്, നമ്മൾ ഹാഷ് ഇൻക്ലൂഡിൽ കൊടുത്തേക്കുന്ന ഫയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കും. പിന്നെ നമ്മളുടെ ഇത്തരത്തിലുള്ള മാക്രോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെയാണ് നമ്മുടെ മാക്രോന്റെ നെയിം കിടക്കുന്നത് ആ നെയിം മാറ്റിയിട്ട് കറസ്പോണ്ടിങ് വാല്യൂ വെച്ച് അത് റീപ്ലേസ് ചെയ്യും.
ഓക്കെ, ഇപ്പൊ ഈ എക്സാമ്പിളിന്റെ കേസിൽ അപ്പൊ എന്റെ പ്രോഗ്രാമിൽ ഫുൾ ഞാൻ മാത്സ് സ്റ്റുഡൻസ് എന്നായിരിക്കും ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രീ പ്രോസസ്സറിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പൈലേഷന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പൊ ഈ പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് സ്റ്റുഡന്റ് കിടന്നിടത്തെല്ലാം ഈ 200 വാല്യൂ വെച്ച് പ്രീ പ്രോസസ്സർ റീപ്ലേസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇനി പ്രീ പ്രോസസ്സറിനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ അതും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ പോയി കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാക്രോ ഡെഫിനിഷന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രോസസ്സർ കമാൻഡ് എന്ന് പറയുന്നത് ഹാഷ് ഡിഫൈൻ ആണ്. ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രോസസ്സർ കമാൻഡ് ചോദിച്ചാൽ അത് ഹാഷ് ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന റൈറ്റ് ദ സബ്സ്ക്രിപ്റ്റ് ഓർ ഇൻഡെക്സ് ഓഫ് ദ ലാസ്റ്റ് എലമെന്റ് ഓഫ് ദ അറേ ഡിക്ലെയർഡ് ആസ് ഇൻ എ ഓഫ് 10 വെച്ചാൽ നമ്മുടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തേക്കുക. ആ അറേ ഡിക്ലെയർ ചെയ്ത് നമ്മൾ എ ഓഫ് 10 എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ലാസ്റ്റ് എലമെന്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ നമ്മൾ അറേയിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സ് വഴിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലാസ്റ്റ് എലമെന്റിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 9 ആണ്. കാര്യം നമുക്ക് എ ഓഫ് 10 ആണ് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ മൊത്തം നമുക്ക് 10 എലമെന്റ്സ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ എ ഓഫ് 10 എന്ന് പറയുന്ന അറേ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെ മൊത്തം നമുക്ക് 10 എലമെന്റ് ഉണ്ട്. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ നമുക്ക് 10 എലമെന്റ് ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത് എ ഓഫ് 0 വെച്ചിട്ടായിരിക്കും, സെക്കൻഡ് എലമെന്റിന് എ ഓഫ് 1, അങ്ങനെയാണ്. അപ്പൊ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ 10ാമത്തെ എലമെന്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എ ഓഫ് 9 വെച്ചിട്ടായിരിക്കും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടാണ്, 1 വെച്ചിട്ടല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എ ഓഫ് 0 എന്ന് പറയുന്നതായിരിക്കും ഫസ്റ്റ് എലമെന്റ്. ഇനി നമുക്ക് അതിനൊന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ അറേക്ക് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ n-1 ഇൻഡെക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ മൊത്തം എത്രയാണ്? 10 എലമെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അറേന്റെ സൈസ് 10 പറഞ്ഞു. അപ്പൊ നമുക്ക് ലാസ്റ്റ് എലമെന്റിനെ ആക്സസ് ചെയ്യാൻ n-1 ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ n-1 എന്ന് പറഞ്ഞാൽ 10-1, അതാണ് നമുക്ക് 9 കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ അർത്ഥം നിങ്ങൾ ഇൻഡെക്സിനെ പറ്റിയിട്ട് അറേന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ് എന്നുള്ളൊരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ വേറെ ചിലപ്പം എ ഓഫ് 10 ചിലപ്പോൾ എ ഓഫ് 20 ചോദിക്കുക. എ ഓഫ് 20 ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ട് ലാസ്റ്റ് എലമെന്റ് ആക്സസ് ചെയ്യാനുള്ള ഇൻഡെക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ ഓഫ് 19 ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ 5th എലമെന്റിനെ 5ാമത്തെ എലമെന്റിനെ ആക്സസ് ചെയ്യാനുള്ള ഇൻഡെക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? 4 ആയിരിക്കും. നമുക്ക് ഏത് എലമെന്റിനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, അപ്പൊ ആ എലമെന്റിനെ ആക്സസ് ചെയ്യാനുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ എലമെന്റിനേക്കാൾ ഒന്ന് കുറവായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു നോളജ് വേണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിഫൈൻ എ സ്ട്രിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്ട്രിങ്ങിനെ നമുക്ക് സിംപ്ലി എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, നമുക്കിപ്പോൾ സ്ട്രിങ്ങിനെ നമുക്ക് സിംപ്ലി ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി കുറച്ച് ക്യാരക്ടേഴ്സ് ചേർന്നതായിരിക്കും നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടർ എന്താന്ന് പറഞ്ഞാൽ ക്യാരക്ടറിൽ ഏതൊക്കെ വരും? നമ്മുടെ ലെറ്റേഴ്സ്, നമ്മുടെ അപ്പർ കേസ്, ലോവർ കേസ് ലെറ്റേഴ്സ്, A to Z അപ്പർ കേസും ലോവർ കേസ് ലെറ്റേഴ്സ് വരാം, അതിൽ ഡിജിറ്റ്സ് വരാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ സിമ്പിൾസ് ആയിട്ടുള്ള ആംബർസൺ, സ്റ്റാർ, അങ്ങനെ അണ്ടർസ്കോർ, അങ്ങനെ എല്ലാ സ്പെഷ്യൽ സിമ്പിൾസും വരാം. ഇതെല്ലാം കൂടി ചേർന്നതായിരിക്കും നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു സീക്വൻസിനെ ആയിരിക്കും നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ സ്ട്രിങ്സിനെ പൊതുവേ എങ്ങനെയാണ്? ഡബിൾ കോട്ട്സിലായിരിക്കും നമ്മൾ സ്ട്രിങ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡബിൾ കോട്ട്സിലിടുന്ന എന്തിനെ നമുക്ക് സ്ട്രിങ് എന്ന് പറയാം. ഇനി നമ്മളൊരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു സിൻടാക്സും കൂടി ഞാനൊന്ന് പറഞ്ഞേക്കുവാണ്. കാര്യം നമുക്ക് സിയിൽ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡേറ്റ ടൈപ്പ് ഇല്ല. നമുക്ക് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ ടൈപ്പ് കാണും. പക്ഷെ നമ്മുടെ സിന്റെ കേസിൽ എന്താണ്, നമുക്ക് സ്ട്രിങ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ഇല്ല. അപ്പൊ നമ്മൾ നോർമലി സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുന്നത് ക്യാർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അറേ ഓഫ് സ്ട്രിങ് ആണ്, അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ്. സോ നമ്മൾ എന്ത് ചെയ്യും? ക്യാർ ഡേറ്റ ടൈപ്പ് കൊടുക്കും, സ്ട്രിങ്ങിന്റെ നെയിം കൊടുക്കും, പിന്നെ അതിന്റെ സൈസ് കൊടുക്കും. അപ്പൊ നമുക്ക് സ്ട്രിങ് എന്ന് പറയുന്നത് ഈ ഡിക്ലറേഷനിൽ തന്നെ മനസ്സിലായി, അതെന്ന് പറയുന്നത് ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും.
ഓക്കെ, ക്ലിയർ. അപ്പൊ സ്ട്രിങ് എന്താന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Write the name of a standard library function to find out the length of the string. നിങ്ങൾ സ്ട്രിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്ട്രിങ്ങിൽ കുറേ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് അവിടെ പഠിക്കാനുണ്ട്. ലെങ്ത് കാണാൻ വേണ്ടിയിട്ടൊരു ഓൾറെഡി സിക്കകത്ത് ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്ട്രിങ്സിനെ തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നിനും നമുക്ക് സ്ട്രിങ് ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് നമുക്ക് ലെങ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ലൈബ്രറി ഫംഗ്ഷൻ ആണ്. അതെന്ന് പറയുന്നത് strlen എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ ആണ് നമ്മൾ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം strlen പരാന്തസിസിൽ നമുക്ക് ഏത് സ്ട്രിങ്ങിന്റെ ആണോ ലെങ്ത് കാണേണ്ടത് അതാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യും. ഇപ്പൊ ഹലോ എന്നാണ് നമ്മുടെ സ്ട്രിങ് എന്ന് വെച്ചാൽ ഹലോയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് നമുക്ക് 5 എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ strlen നമ്മൾ പരാന്തസിൽ ഹലോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് 5 എന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഈ ലൈബ്രറി ഫംഗ്ഷൻസ് സ്ട്രിങ് ലൈബ്രറി ഫംഗ്ഷൻസ് നമ്മളുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യണം. #include string.h എന്ന് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ strlen എന്നൊക്കെ പറഞ്ഞ ലൈബ്രറി ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഈ ഹെഡർ ഫയലിനകത്താണ് നമ്മളുടെ ഈ strlen എന്നൊക്കെ പറഞ്ഞ സ്ട്രിങ് ഫംഗ്ഷൻസിന്റെ ഡിക്ലറേഷൻ കിടക്കുന്നത്. സോ നമ്മൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്താൽ നമ്മൾ string.h എന്തായാലും നമ്മളുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പം പാർട്ട് ഏപ്രിൽ 2009 പാർട്ട് എ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഈ പറഞ്ഞ 5 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അടുത്ത പാർട്ട് ബി പാർട്ട് സിയും ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെർട്ടിക്കുലർ എൻ്റെ സി പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ഇപ്പോൾ ഞാൻ പ്രോഗ്രാമിംഗ് ഇൻ സിയിലാണ് കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുന്നത്. ഞാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എല്ലാ കോഴ്സസിൻ്റെയും വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പാരലി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും കൂടി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് വീഡിയോസിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.